ഹലോ ഗൈസ്, എന്നതാ പരിപാടീസ്. അപ്പൊ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വിഷയം തമ്മിൽ കണ്ട പോലെ തന്നെ ആർട്ട് ഓഫ് സാമ്പിളിംഗ് ആണ്. എന്താണ് സാമ്പിളിംഗ്? എന്താണ് ഈ ആർട്ട് ഓഫ് സാമ്പിളിംഗ്? ഒരു പർട്ടിക്കുലർ ടൈം സിഗ്നേച്ചറിലോടുന്ന വേവ് ഫോർമാറ്റിനെ മറ്റൊരു ടൈം സിഗ്നേച്ചറിലേക്ക് രൂപമാറ്റം വരുത്തി അതിന്റെ മുകളിലേക്ക് കുറെ ബീറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി വെക്കുന്നതാണ് ഈ പറയുന്ന സാമ്പിളിംഗ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ചില മലയാള സിനിമകളിൽ, ചില തമിഴ് സിനിമകളിൽ, ചില ഹിന്ദി സിനിമകളിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ചില നമ്മൾ എവിടെയൊക്കെയോ കേട്ടിട്ടുള്ള ഏതൊക്കെയോ സൗണ്ട് യൂസ് ചെയ്തിട്ട് എന്തൊക്കെയോ പരിപാടി ചെയ്തേക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ നമുക്ക് കേട്ട അതേപടി തന്നെ ഇതേ സാധനം നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. ഇത് സംഭവം അവർ ചെയ്തേക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിളിംഗ് ആണ്, അതല്ലാതെ അത് കോപ്പിയടി അല്ല. അപ്പൊ ഇനി തൊട്ട് ഇതിനെ നമ്മൾ ഒരിക്കലും കോപ്പിയടി എന്ന് പറയരുത്. ഇതിനെന്താ പറയേണ്ടത്? സാമ്പിളിംഗ് എന്ന് പറയണം. അപ്പൊ സാമ്പിളിംഗ് പല ആൾക്കാരും പല രീതിയിലാണ് ചെയ്യുന്നത്. ചിലവർ ഈ പറഞ്ഞ കണക്ക് എവിടെന്നെങ്കിലും ഏതെങ്കിലും ഒരു മ്യൂസിക് എവിടെയെങ്കിലും കേട്ട് തപ്പി പിടിച്ചെടുത്തിട്ട് അതിന്റെ വെട്ടി മുറിച്ചെടുത്ത് അവരവരുടേതായിട്ടുള്ള രൂപത്തിലേക്ക് അതിനെ മാറ്റും. ചിലർ സ്വന്തമായി തന്നെ ഒരു ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എടുത്ത് വായിച്ചെല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ട് അതിനെ അവർ വീണ്ടും സാമ്പിൾ ചെയ്യും. ഈ ആദ്യത്തെയാണ് മോസ്റ്റ് കോമൺ ആയിട്ട് നടക്കുന്നത്. അപ്പൊ ഞാൻ ഇത് ചെയ്തേക്കുന്നത് ഈ പറഞ്ഞ രണ്ടാമത്തെ മെത്തേഡാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയ കോഡ്സ് എടുത്തിട്ട് ഞാൻ തന്നെ അതിനെ വേറൊരു രീതിയിലേക്ക് മാറ്റി സെറ്റപ്പ് ആക്കി എടുക്കുക. സിമ്പിൾ പരിപാടിയാണ് ഇതിനെ ചെയ്തേക്കുന്നത്. അപ്പൊ അതെങ്ങനെയുണ്ടോ നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പൊ ഇതുപോലെ തന്നെ ഞാൻ രണ്ടാമത് വേറൊരെണ്ണത്തിനെയും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. മൂന്നാമത്തേതും അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം. അത് ഞാൻ സാമ്പിൾ ചെയ്തതാണ്. ഞാൻ മറ്റൊരു സിന്ത് കൊയർ എടുത്തിട്ട് ഞാൻ അങ്ങനെ ആക്കിയെടുത്തതാണ്. അത് ഞാൻ സാമ്പിൾ ചെയ്തതാണ്. അപ്പൊ ഈ സാമ്പിളിംഗ് പ്രോസസ്സ് ഫുള്ള് എങ്ങനെ നടക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു മാപ്പ് വീഡിയോ ഇറക്കുന്നതായിരിക്കും. അപ്പൊ ഈ മൂന്നെണ്ണം കൂടെ ഒരുമിച്ച് എങ്ങനെ സൗണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ വീണ്ടും ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൂന്നെണ്ണത്തിനെയും കൂടെ ഒരുമിച്ച് ഒരൊറ്റ ഫയലാക്കി മാറ്റിയിട്ട് ഞാൻ വീണ്ടും അതിനെ സാമ്പിൾ ചെയ്തു. അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. നേരെ ഡ്രംസിലോട്ട് പോവാം. ആദ്യം ഹൈഹാറ്റ് പിടിക്കാം. ലെറ്റ്സ് ഗോ. ഹൈഹാറ്റ് നമ്മൾ നൈസായിട്ടൊരു ബൗൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൈഹാറ്റ് പോയത് 1/8 എന്നുള്ള കൗണ്ടിലായിരുന്നു ഹൈഹാറ്റ് പോയിട്ടുണ്ടായിരുന്നത്. സ്നെയർ പോകേണ്ടത് 1/4 പോകേണ്ടത്. അപ്പോൾ 1/4 എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ നമുക്ക് കൗണ്ട് ചെയ്യേണ്ട 1 to 4 കൗണ്ട് ചെയ്യുന്ന സമയത്ത് 2-ലും 4-ലുമാണ് സ്നെയർ ഹിറ്റ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഹാർഡായിട്ട് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്നെയറിന്റെ കൂടെ ഒരു ക്ലാപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇനി നമ്മൾ പെർക്കഷൻസ് യൂസ് ചെയ്യാൻ പോകുന്നത്. പെർക്കഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഹൈഹാറ്റിന്റെയും ഈ സ്നെയറിന്റെയും ടൈം സിഗ്നേച്ചർ ആയിരിക്കരുത് ഇനി അത് ഇടാൻ പോവുക. അപ്പോൾ വേറൊരു ടൈം സിഗ്നേച്ചർ ഇടുന്ന സമയത്ത് കുറച്ചുകൂടെ അത് ബൗൺസ് കിട്ടും. അപ്പൊ നമ്മുടെ ലോജിക്ക് അനുസരിച്ച് ഹിപ്ഹോപ്പിന്റെ ഗ്രൂവിനനുസരിച്ചുള്ള ഗ്രൂവ് വേണം നമ്മൾ ഈ പറയുന്ന പെർക്കഷൻസ് യൂസ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെങ്ങനെയാണല്ലോ നോക്കാം. നമ്മൾ ആദ്യത്തെ ഏകദേശം ഒരു ഓപ്പൺ ഹൈ ഹാറ്റിന്റെ സിമിലർ ആയിട്ടുള്ള ഒരു സൗണ്ടാണ് നമ്മൾ ആദ്യം കൊടുത്തത്. അപ്പോൾ ഇനി രണ്ടാമത് നമുക്ക് വേറൊരെണ്ണം കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനി റിം ഷോട്ടും കൂടെ കൊടുക്കാൻ പോവാണ്. റിം ഷോട്ടും കൂടെ കൊടുത്ത് കുറച്ചും കൂടെ ബൗൺസ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കത് കൊടുത്തു നോക്കാം.
അപ്പോൾ നമ്മൾ ഒരു സൗണ്ടും കൂടെ പെർക്കഷനായിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ 1 എന്നുള്ള കൗണ്ടിനാണ് നമ്മളത് ആഡ് ചെയ്യാൻ പോകുന്നത്. അത് കുറച്ചും കൂടെ ഒന്ന് എംഫസൈസ് ചെയ്ത് നിർത്തും. നമ്മുടെ ഈ പറയുന്ന ഒരു ഡ്രംസിനെ കുറച്ചും കൂടെ 1 എന്നുള്ള കൗണ്ടിൽ എംഫസൈസ് ചെയ്ത് നിർത്താൻ സാധിക്കും. ഇനി 808. ഇനി കിക്കും കൂടെ നമുക്ക് കൊടുക്കാം. അപ്പൊ നമ്മളിവിടെ ആദ്യം നമ്മൾ 808 കൊടുത്തിട്ട് പിന്നീടാണ് നമ്മൾ കിക്ക് കൊടുത്തേക്കുന്നത്. കിക്ക് ഒരു സ്വിച്ചിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 808 കുറച്ച് ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ട്രാക്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് എങ്ങനെ വേണമല്ലോ അത് മാറ്റാൻ പറ്റും. ഇനി നമുക്ക് ഇൻട്രോയും ഹുക്കും ഈ പറയുന്ന വേർഡ്സും എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് ഈ ബീറ്റ് ഫുൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കൺ കൂടെ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.